വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ വെള്ളത്തിൽ ഞാനൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം എന്തായാലും അനങ്ങും. ഇതാണ് നമ്മുടെ ക്ലാസിക്സ് 350 ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ മണ്ണുത്തിയിലുള്ള ടാക്സ് ബൈക്കിലാണ് ഇവിടെ വന്നിട്ടുള്ള. എൻ്റെ കാരണം വേറൊന്നുമില്ല, നമ്മുടെ ഏതൊരു വണ്ടി പ്രാന്തനും ചെറുപ്പം മുതലേ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുകുടു ശബ്ദം, അതുപോലെ തന്നെ കിട്ടിയാലൊന്ന് ഓടിച്ചു കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലുള്ള ബുള്ളറ്റ്, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്സ് 350 പുതിയൊരു രൂപമാറ്റത്തോട് കൂടിയിട്ട് വേറൊരു പുതിയൊരാളായി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. പഴയ ക്ലാസിക്സ് 350 ആയിട്ട് യാതൊരു സാമ്യമില്ലാത്ത രീതിയിലാണ് നമ്മുടെ പുതിയ ക്ലാസിക്സ് 350 നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് എന്നും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരുന്നിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരു ഞെട്ടിക്കൽ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് റോയൽ എൻഫീൽഡ് തന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളൊന്ന് വണ്ടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മൊത്തത്തിലെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം കേട്ടോ. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് പോകാം. നമ്മുടെ സൈഡ് വ്യൂ ഇതാ ഈ കാണുന്നതാണ് വണ്ടിയുടെ സൈഡ് വ്യൂ. ഇനി നമുക്ക് ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയി ബാക്കിയുള്ള വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം. സാക്ഷാൽ ന്യൂ ക്ലാസിക്സ് 350 വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ആ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. പഴയ ക്ലാസിക്സ് 350ക്ക് ഇത്രയും ക്ലിയർനെസ് ഇല്ല ഹെഡ്ലൈറ്റിന്. കുറച്ച് മങ്ങിയൊരു ഹെഡ്ലൈറ്റ് പോലെയാണ് കാണുന്നുണ്ടായിരുന്നത്. ഇത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ഹെഡ്ലൈറ്റ്. പിന്നെ ഈ മുകളിലത്തെ ഈ ഒരു സംഭവം ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ ഫുൾ ഒരു ബ്ലാക്ക് എലമെൻറ്റിലാണ് വണ്ടി മൊത്തം കൊടുത്തിട്ടുള്ളത്. അതായത് സൈലൻസറും എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒരു പൗഡർ കോട്ടഡാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഒരു ന്യൂ മോഡലാണ് വന്നിട്ടുള്ളത്. ഈ ക്രാഷ് കാർഡ് കസ്റ്റം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, അല്ലാണ്ട് ക്രാഷ് കാർഡ് ഇതിൻ്റെ കമ്പനി വരുന്നതല്ല. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഈ വണ്ടിയുടെ എന്താ പറയുക, ഈ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളും കസ്റ്റം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന മാറ്റങ്ങളെന്ന് വെച്ചാൽ ബാക്കിൽ ഡിസ്ക്, ഫ്രണ്ട് ഡിസ്ക്, ഇതൊരു ഡുവൽ ചാനൽ എന്താ പറയുക ABS ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ പറയുന്നത് വണ്ടിയുടെ ചേസിൻ്റെ ഭാഗം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിംഗാമിൻ്റെ ഭാഗവും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. സിംഗാമൊക്കെ ഡുവലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസിക്സ് 350 പഴയ വണ്ടിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വയറുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഭയങ്കര വൾഗറായിട്ട് ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡില്ലാത്ത രീതിയിലായിരുന്നു ആ ഒരു വയറുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ന്യൂ ക്ലാസിക്സ് 350ക്ക് ഈ ഭാഗത്ത് വയറുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അത്രയും നല്ല രീതിയിൽ ലൂബ് ചെയ്തിട്ടാണ് ഈ വയറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വയേഴ്സും കാര്യങ്ങളൊന്നും ഇവിടെ പുറത്ത് കാണുന്നില്ല. വണ്ടി വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് നല്ല കുഷീനിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹിമാലയൻ്റെ ഒക്കെ ആ ഒരു പെർഫെക്ഷനാണെന്ന് തോന്നുന്നു ഈ ഒരു കുഷീനിങ് കൊടുത്തിട്ടുള്ളത്. കാരണം അത്ര നല്ല കുഷീനാണ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാക്കിലുള്ള ഈ എന്താ പറയുക പില്ലൻ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. ഇത് ഈ വണ്ടിയിൽ വരുന്നതല്ല, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞിരിക്കുകയല്ല, സീറ്റ് ഹൈറ്റ് കൂടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 5 mm സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. സീറ്റ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബാക്ക് സീറ്റിന് കുറച്ച് വീതി കൂടിയിട്ടുണ്ട് കേട്ടോ. പഴയ ക്ലാസിക്കിൻ്റെ പില്യൻ സീറ്റ് എല്ലാവർക്കും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ബാക്കിലിരിക്കുമ്പോൾ വളരെ ചെറിയ സീറ്റ്, നമ്മുടെ ബാക്കിൽ വേദന എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീറ്റിൽ ഇനി അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളും വരുന്നില്ല. കാരണം ആ കുറച്ചും കൂടിയും വീതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സാരി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഒരു ബ്ലാക്ക് പൗഡർ കോട്ടഡാണ് ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ കുറച്ച് റേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക്. പഴയ ആ ഒരു ക്ലാസിക്കിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കുറച്ചും കൂടി ഉയരം കൂടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഹൈറ്റുള്ള കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ സുഖമായിട്ടിരുന്ന് സ്റ്റഡി ആയിട്ടിരുന്നിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മീറ്റിയോറിൻ്റെ അത്ര ഹൈറ്റ് ഇല്ലെങ്കിലും മീറ്റിയോറിൻ്റെ ആ ഒരു റൈഡിങ് പൊസിഷൻ കിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റൈഡിങ് പൊസിഷൻ തന്നെയാണ് ന്യൂ ക്ലാസിക്സ് 350 നമുക്ക് വരുന്നത്. പിന്നെ സ്വിച്ചസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ചസൊക്കെ നമ്മുടെ മീറ്റിയോറിൽ കാണുന്ന രീതിയിലുള്ള ആ സെയിം സ്വിച്ചസാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ആ പഴയ ക്ലാസിക്കിൻ്റെ സ്വിച്ചസ് ഒന്നുമല്ല. പാസ് ലൈറ്റ്, അതുപോലെ തന്നെ ഈ ഡിമ്മും ബ്രൈറ്റും, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റെക്ട്രോ സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡിൽ നമുക്ക് ഇത് ഇവിടെ ട്രിപ്പർ നാവിഗേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ. പിന്നെ ഹാൻഡിലിന് ഇതിൽ വേറൊരു കാര്യം കൂടി വേണം. പണ്ട് നമ്മുടെ ക്ലാസിക്കിനൊക്കെ ഏറ്റവും വലിയൊരു എന്താ പറയുക പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ലോക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു. നമ്മളെപ്പോഴും വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമൊന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഹാൻഡ് ലോക്ക് ചെയ്യണം.
പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയിൽ ഹാൻഡ് ലോക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്, ഈ കീൽ തന്നെയാണ്, മുകളിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ സൈസിനെ കുറിച്ചാണ്. വണ്ടിയുടെ ടയർ സൈസ് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് പണ്ടുള്ള ടയർ എന്ന് പറഞ്ഞെങ്കിൽ 90-19 എന്ന് പറഞ്ഞ ടയർ സൈസ് ആയിരുന്നു. ഇപ്പോൾ വരുന്നത് 100-90-19 എന്ന് പറഞ്ഞ ടയർ സൈസാണ്. നമ്മുടെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ ടയറും മുമ്പ് വണ്ടിയിൽ വരുന്നതിനേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട്. 120-80-18 എന്ന് പറഞ്ഞ ടയർ സൈസാണ് വരുന്നത്. കാരണം ഈ ഒരു ടയർ സൈസ് പഴയ ക്ലാസിക്കിൽ വരുന്നുണ്ടായിരുന്നത് ഒരു അലോയിലാണ്. ഇപ്പോൾ ഇത് സ്പോക്ക് വീലിലും ഈ ഒരു ടയർ സൈസ് ന്യൂ ക്ലാസിക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലത്തെ സീറ്റിൻ്റെ അടിയിലത്തെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി. ഇപ്പോൾ ആ സ്പ്രിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, അതിന് പകരം സീറ്റ് നല്ല കുഷീനിങ് ആക്കിയിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പഴയ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 280 ആയിരുന്നു, അത് 300 mm ആയിട്ട് ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് 240 ആയിരുന്നു, അത് 270 ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യത്തിലും കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബ്രേക്കിങ്ങിനും നമുക്ക് ആ ഒരു എഫിഷ്യൻസി ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡ് ചെയ്ത സമയത്ത് എനിക്ക് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ അത് മനസ്സിലായി. മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ്. പക്കാ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് മീറ്റിയോർ ഓടിച്ചിട്ടുള്ള ഒരാൾക്ക് അറിയാം എങ്ങനെയാണ് മീറ്റിയോറിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പെർഫെക്ഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും കിട്ടുന്നത്. മീറ്റിയോറിൻ്റെ ആ റൈഡിങ് പൊസിഷൻ അല്ല എങ്കിലും ആ ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ എനിക്ക് മീറ്റിയോറിനേക്കാളും കുറച്ചുകൂടി കുറവാണ് ഈ ഒരു വണ്ടിയിൽ വൈബ്രേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കമ്പനി കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മീറ്റിയോറിലുള്ള അത്രയും വൈബ്രേഷൻ പോലും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു പരീക്ഷണം നമ്മൾ ഇതിൽ നടത്തുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ക്ലിൻഡൻ ബ്രോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ വെള്ളത്തിൽ ഞാനൊക്കെ ഉണ്ട്, പിന്നെ വെള്ളം എന്തായാലും അനങ്ങും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇതിലും ജർക്കിങ്ങിലും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിട്ടും ഗ്ലാസ് നിലത്ത് വീഴുന്നില്ല. ഗൈസ്, ഫുൾ റൈസ് ചെയ്തിട്ടും വണ്ടി യാതൊരു ഇതിലുള്ള എനക്കോ കാര്യങ്ങളൊന്നും ഈ ഒരു ഗ്ലാസ്സിന് ഇല്ല കേട്ടോ. അത്രയും എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക വൈബ്രേഷൻ കുറഞ്ഞൊരു എഞ്ചിനാണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പറയാൻ പറ്റും. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ വെള്ളം വെച്ചിട്ട് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കും ഈ ഒരു സംഭവം പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ ഈ ഒരു ടാങ്കുമ്പോൾ വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെയാണ് ഇങ്ങനെ വെച്ചത്. ഈ ഒരു ഇവിടെ നിന്ന് വെക്കാനായിട്ട് വേറെ എന്താ പറയുക സ്ഥലമില്ല. ഇങ്ങനെ കുറച്ചിങ്ങനെ ഉരുണ്ട പ്രതലായതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നതിനില്ല, വെറുതെ വെക്കുമ്പോൾ തന്നെ വീണ് പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ചത്. എന്തായാലും സൂപ്പറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ന്യൂ ക്ലാസിക്ക് നമ്മൾ റൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. റൈഡ് ചെയ്തൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. വണ്ടിയുടെ ഇഗ്നിഷൻ ഓണായി, ന്യൂട്രൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, ABSൻ്റെ ലൈറ്റ് കത്തിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീറ്റോറുള്ള പോലെ തന്നെയാണ് സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. ഒറ്റ സ്വിച്ച് തന്നെയാണ്, കിൽ സ്വിച്ചും എല്ലാം. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെൽഫ് ഇതിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. മീറ്റോറിൻ്റെ സെയിം എന്താ പറയുക എക്സോസ് നോട്ടാണ് നമുക്കിവിടെ വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസമില്ല. നമുക്ക് എന്തായാലും റൈഡ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വിൻഡ് കട്ടിങ്ങിൻ്റെ നോയ്സ് നല്ല രീതിയിലുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള 1-2 നല്ല കാര്യങ്ങളും അതുപോലെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളത് എൻ്റെ ചെറിയൊരു സജഷനാണ്. കാരണം വണ്ടി മൊത്തത്തിൽ ബെറ്ററാണ്, ഒന്നും പറയാനില്ല, പൊളിയാണ്. തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ സ്വല്പം ഒന്ന് വൈഡാക്കാമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഈ ഹാൻഡിൽ പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാൻഡിലിൻ്റെ 2 എൻഡിലായിട്ടാണ് ഞാൻ ഈ ഒരു ഹാൻഡിൽ പിടിച്ചിരിക്കുന്നത്. അത് ഒരു പൊട്ടിക്കും കൂടി വൈഡായിട്ടാണ് ഇരുന്നതെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വിരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കാമായിരുന്നു. പിന്നെ ഹാൻഡിൽ കാണുമ്പോൾ കുറച്ച് ചെറിയ ഹാൻഡിലായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ അത്യാവശ്യം നല്ല ഹാൻഡിൽ തന്നെയാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊട്ടിക്കും കൂടി വൈഡാക്കാമായിരുന്നു. പിന്നെ ഇതിലൊരു വിൻഷീൽഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമ്മുടെ ചെസ്റ്റിലൊന്നും വിൻഡ് അടിക്കാണ്ട് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് റൈഡ് അടിക്കാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു
റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് തന്നെ നമുക്ക് ഈ ഒരു ക്ലാസിക്സ് 350 വിളിക്കാം. പഴയ ക്ലാസിക്സ് 350 അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയും ചേനയും തമ്മിലുള്ളൊരു വ്യത്യാസം ഈ ഒരു ക്ലാസിക്സ് 350 ഉണ്ട്. ഇനി നമുക്കൊരു ലോക്കൽ റോഡിലേക്ക് കയറി നോക്കാം, കുറച്ച് കുണ്ടും കുഴിയുള്ള റോഡിലേക്ക് ഒന്ന് കയറി നോക്കാം. എങ്ങനെയാണ് സസ്പെൻഷൻ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിക്ക് കയറി നോക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ എടുക്കുന്നുണ്ട്. വലിയ കുഴിയിലൂടെയല്ല നമ്മൾ പോകുന്നത്, കാരണം ഈ ഒരു കുഴിയിലൂടെയാണ് നമുക്ക് ഓടിച്ചാലാണ് ആ സസ്പെൻഷൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. കാരണം നല്ല വലിയ കുഴിയിലൂടെ നമുക്ക് ഇതുപോലെ ചാടിച്ച് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി നിർത്തിയെടുക്കും. ഈ ഒരു കുഴിയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു സ്പീഡിലാണ് ഈ ഒരു വഴിക്ക് പോകുന്നത്, എന്നാലും വലിയ കാര്യത്തിലുള്ള ജർക്കിങ്ങോ കാര്യങ്ങളോ എൻ്റെ കാലും വയ്ക്കോ കൈയും വയ്ക്കോ ഒന്നും വരുന്നില്ല. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്കും യാതൊരു വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഇറക്കിയപ്പോൾ റോയൽ എൻഫീൽഡ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വണ്ടി എത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുള്ള രീതിയിലാണ് ആ ഒരു എൻജിനീയറിങ് പവർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു എൻജിനീയറിങ് പവർ നമുക്ക് ശരിക്കും ഇവിടെ ഈ ഒരു ക്ലാസിക്സ് 350 കാണുന്നുണ്ട്. ഓരോ വണ്ടികൾ പുതുതായിട്ട് ഇറക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടികൾ അതിനതിന് മെച്ചപ്പെട്ടിട്ടുള്ള വണ്ടികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഒരു ക്രാഷ് കാർഡ് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ക്രാഷ് കാർഡ് ആയതുകൊണ്ട് വീണാലും ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ വരുള്ളൂ എന്നുള്ള രീതിയിലും ആ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ക്രാഷ് കാർഡ് എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഈ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ആ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ശരിക്കും എൻ്റെ കാലിൻ്റെ പുറത്തേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കോൺഫിഡൻസ്, ചെറിയൊരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചൊന്ന് തിരിഞ്ഞ് നല്ലൊരു റോഡിലേക്ക് കടന്ന് നോക്കാം, വണ്ടി ഒന്ന് കൈ കൊടുത്തെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ വണ്ടിയുടെ റോഡ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആ ഒരു വഴിക്ക് പോകുമ്പോഴും നമുക്ക് ചെറിയ കട്ടർ ചാടുമ്പോഴും ആ താഴത്തേക്കുള്ള അടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഹമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചാടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ ഹമ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്, ഹമ്പ് എത്തി. സംഭവം ഞാൻ ചവിട്ടി ഇറക്കിയിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ വണ്ടിയാണ്, എനിക്ക് ചാടിക്കാനായിട്ട് ഫീല് വരുന്നില്ല, കാരണം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ വണ്ടി എടുത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തേക്ക് കടന്ന് നോക്കാം. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് കൈ കൊടുത്തെടുത്ത് നോക്കാം കേട്ടോ, വണ്ടി എങ്ങനെയാണ് കയറണേ എന്നുള്ളത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തെടുത്ത് നോക്കാം. വണ്ടി ഞാൻ കൈ കൊടുത്തെടുക്കുമ്പോൾ അതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ പിടിപ്പിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് സ്പീഡും കാര്യങ്ങളൊന്നും അറിയില്ല. വണ്ടി കൈ കൊടുത്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേസിന് യൂസ് ചെയ്യുന്ന വണ്ടിയൊന്നുമല്ലല്ലോ, നമുക്ക് അത്യാവശ്യം ലോങ് റൈഡിൽ നല്ലൊരു സ്പീഡ് നോക്കി നല്ലൊരു രീതിയിൽ നമുക്ക് സ്ഥലത്തേക്ക് എത്തണം എന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് റേസിന് ഉപയോഗിക്കുന്ന വണ്ടി അല്ലാത്തതുകൊണ്ട് നമുക്ക് ടോപ്പിൻ്റെയും കാര്യങ്ങളൊന്നും നോക്കണ്ട, യാതൊരു കാര്യമില്ല. ഹൈവേയിൽ വണ്ടി ഒരു രക്ഷയില്ല. കാരണം ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, ഒന്നാമത് നമ്മുടെ വണ്ടിയിൽ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവ്. പിന്നെ ഹൈവേയിലും കൂടിയും കയറി കഴിഞ്ഞാൽ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ ഒഴുകുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. പഴയ ക്ലാസിക്സ് 350 ഉപയോഗിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ റൈഡ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. കൂടുതൽ ഞാൻ എന്തായാലും വീഡിയോ വലിച്ച് നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ന്യൂ ക്ലാസിക്സ് 350 പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു ക്ലാസിക്സ് 350 സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 2.15 തൊട്ട് ഒരു 2.69 വരെയാണ് വണ്ടിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ക്ലാസിക്കിനേക്കാളും ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിക്സ് 350 വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു പൂർണ്ണമായിട്ടുള്ള വീഡിയോ അല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്നൊരു എന്താ പറയുക, കാണണമെന്ന് പറഞ്ഞൊരു ആഗ്രഹം കൊണ്ട് വന്നിട്ട് വണ്ടി കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോയാണ്. ഇതിൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം ഷോറൂമിൻ്റെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുക, വണ്ടി ബുക്ക് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.